ഇനി ഏതായാലും ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിച്ചു കൊല്ലുന്നില്ല. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞോളൂ. താൻ പറയും. അങ്ങനെയെങ്കിലും എനിക്ക് ഇത്തിരി വിവരം വെക്കട്ടെ. വിവരമൊക്കെ നമുക്ക് പിന്നെ വെക്കാം. ഇപ്പൊ ഏതായാലും ഇത്തിരി തടി കുറയ്ക്കും. അതുകൊണ്ട് ഈ ബീച്ചിലേക്കൊക്കെ ഇറങ്ങി ഒന്ന് ഓടി നടക്കും. വാ എഴുന്നേറ്റേ വന്നേ. എന്താടോ? അതെ, സമയം കുറെ ആയല്ലോ. ശ്രീകുട്ടനെ സനുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ആ നിങ്ങളെന്താ ലേറ്റ് ആയത്? സനുവിന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അതൊക്കെ തീർന്നപ്പോ നേരം വൈകി. നിങ്ങൾ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ അത്താഴം എടുത്തു വെക്കാം. ഡിന്നറൊക്കെ പിന്നെ ആവാമേ. ആദ്യം ഒരു ചായ ഇട്ടതാ. ചായയോ? ഈ രാത്രിയിലോ? അത്താഴം കഴിക്കേണ്ട സമയത്ത് ആരെങ്കിലും ചായ കുടിക്കോ? എനിക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാന്നുണ്ടമ്മേ. അമ്മ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ ചായ എടുക്ക. നല്ല ക്ഷീണം. എന്താടി ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? പോയി പിള്ളേർക്ക് ചായ ഉണ്ടാക്കി കൊടുക്ക്. അല്ല, ഈ നേരത്ത് പതിവില്ലാതെ. അതെന്താ ഈ നേരത്ത് ചായ കുടിച്ചാ ഇറങ്ങില്ലേ? ഓ, ഇവളുടെ ഒരു കാര്യം. അമ്മ മാറിയേ, ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇതെന്താ പുതിയ പതിവൊക്കെ? അല്ലെങ്കിൽ ഇങ്ങോട്ടൊന്ന് അടുക്കള കയറാൻ ഞാൻ 100 വട്ടം വിളിക്കണമല്ലോ. സനുവേടത്തേക്ക് ഞാനൊരു ചായ ഉണ്ടാക്കി കൊടുത്ത ആകാശം ഇടിഞ്ഞു വീഴോ? ഇല്ലല്ലോ. അവക്ക് മാത്രം പോരെ, ശ്രീകുട്ടന് വേണമെന്നാ പറഞ്ഞത്. ആ ശരി. ഏട്ടാ ചായ. ആ ചായ റെഡിയായല്ലോ. മുടുക്കി. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു എന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കണം. അത് പിന്നെ ഏട്ടത്തി, ഞാൻ ബ്യൂട്ടി പാർലർ പോവാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ. അപ്പോഴാ താഴെ മുറ്റത്ത് നിതീഷേട്ടന്റെ വണ്ടി കിടക്കുന്നത് കണ്ടത്. എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് നിതീഷേട്ടൻ പറഞ്ഞപ്പോ പിന്നെ ഞാൻ അല്ലാതെ ഏട്ടത്തി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഞാനതിനൊന്നും വിചാരിച്ചില്ലല്ലോ. അല്ല, അതെന്നെ നിതീഷേട്ടൻ ബ്യൂട്ടി പാർലറിൽ ഡ്രോപ്പ് ചെയ്യാന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല. സത്യമായിട്ടും സത്യങ്ങൾ ഓരോന്നായി വെളിയിൽ വരുന്നത് നിന്റെ വാക്കുകൾക്കിടയിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നുണ്ട് നന്ദിത. നീ പറയുന്നതല്ല, പറയാതെ പറയുന്നതാണ് സത്യം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നീ നിതീഷേട്ടന്റെ വണ്ടിയിൽ കയറി പോയത് യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാര്യമൊന്നുമല്ല. നിതീഷേട്ടനെ എനിക്കറിയുന്നത് പോലെ നിനക്ക് അറിയില്ലല്ലോ. നീ നിതീഷേട്ടന്റെ കൂടെ കറങ്ങാൻ പോയി എന്ന കാര്യം
ഞാൻ നിന്റെ പുന്നാര ചേച്ചിയോടും ശ്രീയോടും പിന്നെ ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവരോടൊക്കെ തുറന്നങ്ങ് പറയട്ടെ. നിനക്കിപ്പോ എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലല്ലോ മോളെ. ഏട്ടത്തി പ്ലീസ് ഉപദ്രവിക്കരുത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. അങ്ങനെ വഴിക്ക് വാ. ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള വിവരം നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ച ഉത്സാഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അല്ലേ നീ? അഹങ്കാരം കൊണ്ട് നീങ്ങ് നെഗിളിക്കായിരുന്നില്ലേ? ഇപ്പോ ഈശ്വരനായിട്ടാ എന്റെ കയ്യിൽ ഇങ്ങനൊരു തുറുപ്പ് ചീട്ട് കൊണ്ട് തന്നത്. ഇതുവരെ ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വാ, അത്താഴം എടുത്തു വെച്ചിരിക്കുന്നു. മോളെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ച് നല്ല ശ്രദ്ധ വേണം. എന്റെ ആരോഗ്യം ഞാൻ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. പോരെങ്കി എന്തിനും ഇതിന് സഹായത്തിന് നന്ദും ഉണ്ടല്ലോ. മോള് കഴിക്കാൻ വാ. സാർ, ഡിന്നർ എങ്ങനെയാ? ഇങ്ങോട്ട് കൊണ്ടുവരണോ അതോ റെസ്റ്റോറന്റിൽ പോയി കഴിക്കുന്നോ? നമുക്ക് റെസ്റ്റോറന്റിൽ പോയി കഴിക്കാം അല്ലേ? ആ, കഴിക്കാം. എന്താ വേണ്ടതെന്ന് വെച്ചാ സാർ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി. താങ്ക് യു സാർ. താങ്ക് യു മാം. ഒന്നും ശരിയാവില്ല സുമി. ഇതിലെന്തോ കളി നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞേ പറ്റൂ. ഹലോ, ഞാൻ റൂം നമ്പർ 101 പറയൂ സർ. ആക്ച്വലി ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഒരു സൂട്ട് റൂം അല്ലായിരുന്നോ? അതെ സർ. പിന്നെ വിളിച്ചത് ഡീലക്സ് റൂമായി ചേഞ്ച് ചെയ്യുകയായിരുന്നു. ആര് വിളിച്ചു പറഞ്ഞ് മാറ്റിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അത് പിന്നെ സർ, മിസ്റ്റർ ആകാശ്, അദ്ദേഹമാണ് ആദ്യം സീറ്റ് റൂം ബുക്ക് ചെയ്തത്. പിന്നെ സാർ എന്നെ വിളിച്ച് ഡീലക്സ് റൂമാക്കി മാറ്റുകയായിരുന്നു. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ റൂമിനകത്തൊരു കൗച്ച് പോലും ഇല്ലല്ലോ. അത് പിന്നെ ഒരു കിങ് സൈസ് ബെഡ് മാത്രം സെറ്റ് ചെയ്താൽ മതിയെന്ന് ആകാശ് സാർ പറഞ്ഞിരുന്നു. അതാ അങ്ങനെ ചെയ്തത്. ശരി സാർ. എന്നാൽ എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ആകാശേ. കിട്ടിയ വെച്ചിട്ടുണ്ടോ? ഇപ്പൊ എന്താ പ്രശ്നം? ഇത് ആകാശം സ്നേഹം കൂടി നമുക്ക് തന്നൊരു പണിയാണ് സുമി. അവനാണ് നമ്മുടെ ആദ്യത്തെ റൂം മാറ്റി ഇവിടെ ഇതുപോലത്തെ ഒരു റൂം സെറ്റ് ചെയ്യിപ്പിച്ചത്. ഇതൊക്കെ കേട്ടിരുന്ന ചിരിക്കുവാണോ? നിനക്കെന്താ ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവാത്തത്? ഗിരി, എന്താ ഗിരി ഇങ്ങനെ? ഗിരി, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അപ്പൊ പിന്നെ ഒരു കട്ടിലിൽ കിടന്നുറങ്ങിന്ന് വെച്ചാൽ എന്ത് സംഭവിക്കാനാ? അങ്ങനെയല്ലേ സാധാരണ മനുഷ്യര്. ആ, സത്യം പറഞ്ഞ ആകാശം സ്നേഹമൊക്കെ ചെയ്തത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. ഒന്നുമില്ലെങ്കിലും നമ്മള് രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ പാവങ്ങൾ. പിന്നെ
നമ്മൾ ഇങ്ങോട്ട് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അച്ഛമ്മ വന്നതിന്റെ അടുത്ത് എന്താ പറഞ്ഞെന്നറിയോ? ഇത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു തക്കോടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ഒന്ന് പോ സുമി, ഒരു തമാശ പറയാതെ. സത്യം. അതെ, ഇന്ന് രാത്രി ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ രണ്ടുപേരും ഈ ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങാൻ പോവാ. അല്ല, എന്താ സംഭവിക്കുന്നത് എനിക്കൊന്ന് അറിയണമല്ലോ. മാണിക്യ വീണാമുപലാളയന്തീം മദാലസാം മഞ്ജുള വാഗ്വിലാസാം മഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗ കന്യാം മനസാ സ്മരാമി. ഗിരി, ഗിരി, ഗുഡ് മോർണിംഗ് ഗിരി. വെരി ഗുഡ് മോർണിംഗ്. നേരെ എത്രയെന്നറിയോ? ഇന്നലെ കിടക്കാൻ ഒരുപാട് വൈകില്ലേ, പിന്നെ നല്ല യാത്രാ ക്ഷീണവും. ദാ ഈ ചായ കുടിക്കും. ഉറക്ക ക്ഷീണമൊക്കെ ഇപ്പൊ പോ. ഇന്നലെ രാത്രി നമ്മൾ രണ്ടുപേരും ഒരു ബെഡിൽ തന്നെ കിടന്നുറങ്ങിയത്. എന്നിട്ട് ആകാശം ഇടിഞ്ഞു വീണൊന്നുമില്ലല്ലോ. ഒന്ന് പോയ സുമി, ചുമ്മാ കളിയാക്കതെ. ആ ആകാശം സ്നേഹം കൂടി ഉപയോഗിച്ച പണിയത്. ആ, എന്ത് പണിയാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഇത് തന്നെ അങ്ങ് ചെയ്യാൻ പോവാ. പോവാം. എന്താ
എന്തെങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത് ഒരു ജീവനുള്ള ഗൂഗിൾ മാപ്പിനെയാണല്ലോ എന്ന്. ആഹാ, കളിയാക്കിയതാണല്ലേ? ഞാൻ എങ്ങോട്ട് വരുന്നില്ല, മിണ്ടാൻ വേണ്ട. ഏയ്, അങ്ങനെ വേണമെങ്കിൽ പോവാതെ. സത്യത്തിൽ സുമിയുടെ അറിവും ലോക പരിചയവും ഒക്കെ കാണുമ്പോ എനിക്ക് തന്നോട് വല്ലാത്ത അസൂയ. അതെ, ഇങ്ങനെ കണ്ണി നോക്കിയിരുന്ന ശരിയാവില്ല കേട്ടോ. പെട്ടെന്ന് കുളിച്ച് റെഡിയാ നോക്ക്. എണീക്ക് ഗിരി, വന്നേ. വിടുന്നേ. എഴുന്നേൽക്കാൻ. ഏയ്, സുമി. എണീക്ക്. ഏയ്, സുമി. ചെന്ന് കുളിച്ചേ. മടിയാ. ഞാൻ കുളിക്കാം. ഗിരി ചെല്ലേ, പോയേ. ചെല്ല് പോയേ, ഛെ, കുളിക്ക്. ചെല്ല്. സുമി. ഒടുക്കത്തെ ജോഗിങ്. ഓഹോ, എന്താടാ അമ്പി, പട്ടി അണക്കുന്നത് പോലെയാണല്ലോ അണക്കുന്നത്. അച്ഛമ്മേ, സ്റ്റാമിന കൂടുതലുള്ളവരൊക്കെ വെക്കുന്നത്. കള്ളോട് ഇച്ചിരി കുറച്ചാ മതി. നീ ചിരിക്കൊന്നും വേണ്ട. നീ ഒട്ടും മോശമല്ലെന്ന് എനിക്കറിയാം. ഇവനെ കണ്ടല്ലേ നീ പഠിക്കുന്നത്. രണ്ടും കൂടി അകത്താക്കിയ കള്ളുകുപ്പികളെ ദാമോദരൻ ആക്രിക്കാക്ക് കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട്. അച്ഛമ്മേ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടല്ലടാ. ജീവിതം ഒന്നേ ഉള്ളൂ, സൂക്ഷിച്ചാ എല്ലാവർക്കും നല്ലത്. അത് മറക്കണ്ട. ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. നല്ലൊരു ദിവസം രാവിലെ തന്നെ കുളവാക്കി കൈ തന്നു. ഈ തളയ്ക്കൊന്നും വേറെ പണിയില്ല. ഒരൊറ്റ കോഴിക്കോട് ഇന്ന് വല്ല വിവരമുണ്ടോ? അമ്പിയങ്കളെ ഏർപ്പാടാക്കിയ കൊണ്ടോട്ടി വീരാൻ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതല് ബീരാനും ടീമും അവരുടെ പുറകെ തന്നെ ഉണ്ട്. അപ്പോ കാര്യം നടക്കുമല്ലേ? സംശയമൊന്നും വേണ്ടതേ. കാലിക്കറ്റ് നിന്നുള്ള അപ്ഡേറ്റ്സാ. സുമിയും ഗിരിയും കൂടെ കോഴിക്കോട് പുതിയ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുക. പുതിയ അമ്പലോ? ആ, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. അവിടെ അവര് പോയിരിക്കുന്നത്. ആ, ബീരാനും ടീമും അമ്പലത്തിന്റെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. സുമിതയെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അവര് പണി തുടങ്ങും. എന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യ. കാത്തു രക്ഷിക്കണേ. ഞങ്ങളുടെ കുടുംബജീവിതം ഒരുപാട് നന്നാവണേ. എന്നോട് ഗിരിയുടെ മനസ്സിൽ ഇനി എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ അതുകൂടി ഇല്ലാതാക്കണേ ഭഗവാനെ. ഗിരി, പ്രാർത്ഥിക്കേ. ബാലമുരളി പുണർദം, രേവതി ചതയം,
മഹാലക്ഷ്മി തിരുവാതിര